കേരളത്തിൽ UDF 103 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു. LDF 35 സീറ്റിൽ, 2 സീറ്റിൽ NDA. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, CPMൻ്റെ കണ്ണൂർ ജില്ലയിലെ വിമതന്മാർ മുൻപന്തിയിലാണ്. ഇപ്പോൾ കൊട്ടാരക്കരയിൽ KN ബാലഗോപാൽ പിന്നിലായിരിക്കുന്നു. ഐഷ പോറ്റി, മറ്റൊരു CPM വിമത ഐഷ പോറ്റി മുൻപന്തിയിൽ വന്നിരിക്കുന്നു. NDAയുടെ രണ്ട് മണ്ഡലങ്ങളിൽ NDA ഭൂരിപക്ഷം നേടിയിട്ടുണ്ട്. ഇതുവരെ നേരത്തെ 5 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം നേടിയിരുന്നു. ഈ കൗണ്ടിങ്ങിൽ ഏറ്റവും ആദ്യമായിട്ടാണ് 103 സീറ്റിലെ ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തുന്നത്. തീർച്ചയായിട്ടും ഗൗരി പറഞ്ഞാൽ ശരിയാണ്. 103 സീറ്റിലേക്ക് എത്തുക. ഇപ്പോൾ സതീശൻ്റെ പ്രതീക്ഷ കവച്ചു വെച്ച് കടന്ന നിലയിലേക്കാണ് LDFൻ്റെ തകർച്ച കാണുന്നത്. പല ജില്ലകളിലും LDFന് സീറ്റുകൾ ഇല്ലാത്തൊരവസ്ഥ കൂടി ചില ജില്ലകളിൽ വന്നിട്ടുണ്ട്. കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒരു സീറ്റ് പോലും, എറണാകുളം ഇല്ല, ജില്ലകളിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥ കൂടി വന്നിട്ടുണ്ട്. LDFന് വൻ തകർച്ച, UDFന് വൻ വിജയം. ഇതിലിപ്പോഴും കൊല്ലം LDFനെ പൂർണ്ണമായിട്ട് കൈയൊഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കൊല്ലം പൂർണ്ണമായി ഏതാണ്ട് LDFനെ കൈയൊഴിയുന്നു. തിരുവനന്തപുരം ഇപ്പോഴും LDFനെ സാമാന്യനെ പിന്തുണയ്ക്കുന്നു. എറണാകുളം പോയി, പത്തനംതിട്ട പോയി, കോട്ടയം പൂർണ്ണമായി പോയി, ഇടുക്കി പോയി. ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം തെക്കൻ പ്രദേശങ്ങൾ മുഴുവൻ തന്നെ, തൃശ്ശൂരും തിരുവനന്തപുരം. പക്ഷേ അതിനേക്കാൾ ഗുരുതരമായി വന്നിരിക്കുന്നത് കണ്ണൂര്, അതുപോലെ കാസർഗോഡ്, കണ്ണൂർ പ്രത്യേകിച്ചും. ഈ പാർട്ടി അംഗങ്ങൾ ഇനി ഈ ഗവൺമെന്റ് വേണ്ടെന്ന് തീരുമാനിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സന്ദേശം. ഇത് ഒരു ഇടതുപക്ഷത്തിന്റെ വിജയമെന്ന് വേണമെങ്കിൽ ആലങ്കാരികമായിട്ട് ഇവിടെ പറയാം. വാസ്തവത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ മനസാക്ഷിയുടെ വിജയം എന്ന് പറയാം. അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മനസാക്ഷി. ഈ സർക്കാർ ഞങ്ങളുടേതല്ല എന്ന് തീരുമാനിക്കുന്ന ഒരു അംശം ഇതിലുണ്ട്. അത് സതീശൻ സൂചിപ്പിച്ചിരുന്നു, അത് നേരത്തെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഈ നിലയ്ക്ക് പാർട്ടി അംഗങ്ങളും പാർട്ടി കുടുംബങ്ങളും പാർട്ടി ബന്ധുക്കളും ഈ സർക്കാരിനെതിരെ വോട്ട് ചെയ്യുമെന്ന് നമ്മൾ ഒരു ഭയത്തിനപ്പുറമായിരുന്നു പാർട്ടി. തൃശ്ശൂർ ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും മാത്രമാണ് പാർട്ടിയുടെ കാഡർ വോട്ടുകളും പരമ്പരാഗത വോട്ടുകളും കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ മധുകൂടി സാറേ, ഒരു സംശയം. അതായത് കണ്ണൂർ ജില്ലയിലെ കുഞ്ഞികൃഷ്ണനും അതുപോലെ ഗോവിന്ദനും നേരത്തെ സുധാകരൻ വളരെ നേരത്തെ വിമതരാകാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഇവരുടെ പൊടും തന്നെയാണ് ഇവരുടെ രംഗപ്രവേശം വരുന്നത്. അങ്ങനെ പൊടും തന്നെ വന്നിട്ട് ഇവർ പ്രഖ്യാപിക്കുന്നു, ഉടൻ തന്നെ UDF സപ്പോർട്ട് ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ കുറച്ചു കാലത്തെ ഒരു ഹോംവർക്കും ഡിസ്കഷൻസും ഒക്കെ ഉണ്ടായി കാണത്തില്ലേ? എനിക്ക് സുധാകരന്റെ കാര്യത്തിൽ എനിക്ക് വസ്തുതാപരമായി അറിയാം. പക്ഷേ ഈ കുഞ്ഞിക്കണ്ണൻ്റെയും തളിപ്പറമ്പ് ശ്യാമള വീണ്ടും മുന്നിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. 15,500 അത് നോക്കാം, അത് ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. എനിക്ക് ഈ മറ്റേ TK ഗോവിന്ദൻ്റെയും കുഞ്ഞികൃഷ്ണൻ്റെയും പുറകിൽ വ്യാപകമായ പര്യാലോചനകൾ UDFുമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് വസ്തുതാപരമായി അറിയില്ല. പക്ഷേ ഒരു കാര്യം എനിക്കറിയാമായിരുന്നു. ഞാൻ പയ്യന്നൂരും കണ്ണൂരും പോകുമ്പോൾ അവിടുത്തെ പാർട്ടി സഖാക്കൾ, ഇനി വെറും പാർട്ടി സഖാക്കളല്ല, പാർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ എന്നോട് നേരിട്ട് പറഞ്ഞത് ഇത് നമ്മുടെ സർക്കാരല്ല, എവിടേക്കാണ് ഇത് പോകുന്നത്. ഇത് വളരെ വ്യാപകമായി ഒരു സാധാരണ പാർട്ടി അനുഭാവിയെപ്പോലെ എന്നോട് പറയുമ്പോൾ പാർട്ടി സഖാക്കൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയണ്ടേ? ഇത് ഇത്രയും വലിയ പരാജയമുണ്ടായി. ശരി, പരാജയമുണ്ടായി. ഈ പരാജയത്തിലേക്ക് പോവുകയാണെന്ന് ഒരു സ്വന്തം പാർട്ടി തിരിച്ചറിയുന്നില്ല. അത് പാർട്ടിയോട് നുണ പറയുന്നു. നുണ, ആ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ രാഷ്ട്രീയ ചർച്ചകളിൽ പറയാത്ത വാക്കാണ് നുണ. സ്വന്തം പാർട്ടിയോട് നുണ പറയുന്നു, അടിമുടി എഴുതി കൊടുക്കുന്നു കള്ളക്കണക്കുകൾ. പോയിരുന്ന് അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്ത് നേരത്തെ കാണിച്ച തെറ്റിപ്പോയതാണ്. അത് ഗോവിന്ദന്റെ ലീഡ് തന്നെയാണ്. ഗോവിന്ദന്റെ ലീഡ് തന്നെയാണ്. പക്ഷേ പിന്നെ ഈ പറയുന്ന പോലെ ഗോവിന്ദൻ മാഷയുടെ ഇത് ഒരു ഒന്നാമത്തെ കാര്യം, ശ്യാമള ടീച്ചർ എന്ന് പറയുന്നവരെ അവരെ എങ്ങനെയാണ് ശൈലജ ടീച്ചറുമായിട്ടൊക്കെ തുലനം ചെയ്യാൻ കഴിയുക? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറിയുന്നവരല്ലേ. ഞാനും വളരെ കാലം പാർട്ടിയുടെ ഒരു അനുഭാവിയായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിരവധി സെമിനാറുകളിൽ പാർട്ടിയുടെ ഇതിന് പോവുക, പരിചയപ്പെടുക. അപ്പം നമുക്കറിയാം ശ്യാമള ടീച്ചർക്ക് പാർട്ടിയിൽ എത്ര അംഗീകാരമുണ്ടെന്നുള്ളത്. എന്നിട്ടും
പാർട്ടിയിൽ അത് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിക്ക് വേണ്ടി മുൻകൂർ സംവരണം ചെയ്ത് അത് തന്നെ സംവരണം ചെയ്ത് അവിടേക്ക് പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ നിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ഈ ഒരു പാർട്ടി മലയാളത്തിൽ ഒറ്റ വാക്കേ ഉള്ളൂ, അശ്ലീലം. അശ്ലീലം. മറ്റൊന്ന് അവിടെ കണ്ണൂരിൽ നിന്ന് ചില പാർട്ടിക്കാർ തന്നെ പറഞ്ഞത് ഈ അതിനുള്ള ഉപജാപങ്ങളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഈ അടിയൊഴുക്കുകൾ സൃഷ്ടിച്ചെടുക്കുക, അല്ലെങ്കിൽ പാർട്ടി ജില്ലാ കമ്മിറ്റിയെ കൊണ്ട് അംഗീകരിപ്പിച്ചെടുക്കുക. അത് നടന്നു. അത് എങ്ങനെ നടക്കാതിരിക്കും? ഞാനൊരു കാര്യം ചോദിട്ടെ, അജിത്തിന് എനിക്ക് അറിഞ്ഞുകൂടാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂർ പോലെയുള്ളൊരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വെറും പിണറായിയുടെ വെറും ഒരു ആശ്രിതനായ ആളാണ്, ഇല്ലേ? അല്ലാതെ വേറെന്തെങ്കിലും പറയുമോ? അദ്ദേഹത്തിന് എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചിട്ടുണ്ടോ? കണ്ണൂരിനെ പോലെ മഹത്തായ ചരിത്രമുള്ള പാർട്ടി, ചടയൻ ആരാണ്? ഈ പിണറായി എന്തെല്ലാം എത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജയ്യ ശക്തിയായിരുന്ന കണ്ണൂർ ജില്ലയുടെ സെക്രട്ടറിയായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരാളെ കൊണ്ട് അവിടെ വയ്ക്കുമ്പോൾ ഏത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിനോട് പ്രതികരിക്കാതിരിക്കുക? അയാൾ അതിനു മുമ്പ് എം പി ആയിരുന്നില്ലേ? എവിടെ തോറ്റു? ഒരു തവണ രാജ്യസഭ ജയിക്കാതെ രാജ്യസഭയിലേക്ക് ആക്കി. അല്ല, ഒരു കാര്യമുള്ളത്, ഈ നേരത്തെ മാധവൻകുട്ടി സാർ പറഞ്ഞ പോലെ ഈ CPM-ന്റെ അണികൾ, CPM-ന്റെ നേതൃത്വത്തോടുള്ള അണികളുടെ കലാപം, അത് തീർച്ചയായിട്ടും അത് പറയാതെ പറ്റില്ല. അത് നമ്മളെ ഇടതുപക്ഷത്ത്, ഞാൻ എൻ്റെ രാഷ്ട്രീയം മറച്ചു വയ്ക്കാത്തയാളാണ്. ഞാൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പക്ഷം തന്നെയാണ്. എന്നാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എനിക്കൊരു 5-6 കൊല്ലമായിട്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഭരണം ഒരു കോക്കസിൽ ചുരുങ്ങി. അത് പറയണം. ഇത് വെറുതെ നമ്മൾ പിണറായി ഇത് പണ്ട് സ്റ്റാലിനെ കുറിച്ച് പറഞ്ഞ പോലെ പാർട്ടി എന്ന് പറയുന്നത് സെൻട്രൽ കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റാലിൻ, അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇത് അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാൾ പാർട്ടിയിൽ ഉണ്ടായില്ല എന്നുള്ളത് തുടർച്ചയായി. ഇപ്പോൾ MA ബേബി എനിക്കറിഞ്ഞുകൂടാ, അദ്ദേഹം ഐസക്ക്, ഇവർക്കൊക്കെ എല്ലാം മാർക്സിസ്റ്റ് രാഷ്ട്രീയമൊക്കെ അറിയാം. പക്ഷേ പിണറായി വിജയനോട് രാഷ്ട്രീയം പറയാനുള്ള കെൽപ്പില്ലാത്ത പോയില്ലേ? പക്ഷേ പാർട്ടിയിൽ പിണറായി വിജയൻ ഉണ്ടെങ്കിൽ കമ്മിറ്റിയിൽ ആരും മിണ്ടത്തില്ലെന്നാ പറയുന്നത്. എങ്ങനെ? ആരും മിണ്ടുകയില്ല, മുഖത്ത് നോക്കില്ലല്ലോ. മുഖത്ത് നോക്കി രാഷ്ട്രീയം സംസാരിക്കാൻ പറ്റുമോ? പിണറായിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോയി അവതരിപ്പിക്കാൻ കഴിയുമോ? ഞാൻ പിണറായിയുമായിട്ട് വളരെ രാഷ്ട്രീയ സൗഹൃദത്തിലിരുന്ന ഒരു വ്യക്തിയാണ് മാധ്യമ. കാരണം എല്ലാവരും പിണറായി ആക്രമിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ശക്തികളെ തിരിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിനോട് രാഷ്ട്രീയം പറയാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഈച്ച പോലെ ആർത്തിരിക്കുന്ന ഈ വർഗത്തിനില്ലായിരുന്നു. അത് ഞാൻ പേരെടുത്ത് വീണ്ടും പറയുന്നില്ല. അത് പിണറായിയുടെ തന്നെ കുഴപ്പമാണ്. പെട്ടി എടുക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ് പെട്ടി എടുപ്പിക്കുമോ? പെട്ടി എടുക്കാൻ ആളുണ്ട് നിങ്ങളുടെ കൂടെ, പക്ഷെ ഞങ്ങൾ പെട്ടി എടുപ്പിക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് യഥാർത്ഥ പ്രശ്നം. പിണറായിയും ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന സംസ്ഥാന നേതൃത്വം സ്വന്തം തെറ്റ് ഏറ്റുപറഞ്ഞ് സ്ഥാനമൊഴിയണം. അതിൽ കുറഞ്ഞൊന്നും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുകയില്ല. ഉപചാപ സംഘത്തെ പിണറായി അതിവേഗം എന്തായിരുന്നാലും നമുക്ക് പിണറായിക്ക് വേണ്ടി പിണറായിയെ ന്യായീകരിച്ച് ചാനൽ ചർച്ചകളിൽ സജീവമായി ഇപ്പോഴും നിൽക്കുന്ന ആളാണ് ജേക്കബ് ജോർജ്. ഇപ്പോഴും നിൽക്കുന്നുണ്ടോ? ഇപ്പോഴേ പറയാം. അല്ല, നമ്മുടെ പത്രപ്രവർത്തകരുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. മാത്രമല്ല നമ്മളുടെയൊക്കെ സഹപ്രവർത്തകരും സുഹൃത്തുമാണ്. ദീർഘകാലം പ്രിന്റിലും വിഷ്വലിലും പ്രവർത്തിച്ച അനുഭവ പാരമ്പര്യമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ഇടതുപക്ഷ മാധ്യമ നിരീക്ഷകൻ എന്ന സ്ഥാനപ്പേര് കൊടുത്ത് ബഹുമാനിക്കുകയും വിമർശിക്കുകയും ചെയ്ത ജേക്കബ് ജോർജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ജേക്കബ് ഇപ്പോൾ ഒരു SR ഇവിടെ നേരത്തെ മുതലുണ്ട് എങ്കിൽ പോലും ഇനിയിപ്പോൾ ജേക്കബ് എന്ത് പറഞ്ഞാണ് ഈ പിണറായിയെ ന്യായീകരിക്കുന്നത്? ഞാൻ പിണറായിയെ വിമർശിക്കാൻ ഞാനും പിണറായി വിജയനും മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിനു മുമ്പ് തന്നെ പരിചയമാണ്. അദ്ദേഹവുമായിട്ട് ഞാൻ ധാരാളം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്ന് കരുതി അദ്ദേഹത്തോട് ഞാൻ മുഖത്ത് നോക്കി കാര്യമായിട്ട് വസ്തുതകൾ പറയാതിരുന്നിട്ടില്ല. അജിത്തെ, കെ കരുണാകരൻ്റെ അടുത്തും ഞാൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. കെ കരുണാകരനും ക്ലിഫ് ഹൗസിലെ സൗഹൃദം എൻ്റെ
ഉമ്മൻചാണ്ടി, അതേപോലെ നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മുഖ്യധാര പത്രപ്രവർത്തകരെ, ഇപ്പം മാധവൻകുട്ടിയാണെങ്കിലും എല്ലാവരും നിലവിലുള്ള മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ടൊരു ബന്ധവും സൗഹൃദവും ഉണ്ടാക്കാതെ പറ്റില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഇന്ത്യ ടുഡേയിൽ അങ്ങനെയാണ്. അല്ല, നമുക്കിപ്പോ അറിയേണ്ടത് ഇപ്പൊ പരാജയ കാരണം എന്താണ്? പരാജയ കാരണം ആരാണ് ഒന്നാം പ്രതി? ഭരണപരാജയമല്ലേ? ഒന്നാം പ്രതി ഭരണപരാജയമല്ലേ? അഴിമതിയല്ലേ? ഒന്നാം പ്രതി ധൂർത്തല്ലേ? ഒന്നാം പ്രതി ആഡംബര ജീവിതമല്ലേ? ഒന്നാം പ്രതി മുഖ്യമന്ത്രി തന്നെയാണ്. ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. വിജയം ഭരിച്ചിരുന്നെങ്കിലോ? അദ്ദേഹത്തിന് തന്നെ ഭരിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ വിജയം എന്നല്ലേ നമ്മൾ പറയുള്ളൂ. ഇപ്പം VD സതീശന്റെ വിജയം എന്നല്ലേ UDFന്റെ വിജയം പറയുന്നേ. ഇതുവരെ അങ്ങനെ പറഞ്ഞില്ലല്ലോ. മുന്നിൽ അങ്ങനെയാണ്. ഒരു തരംഗം നമ്മൾ ആരെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. കണ്ടു ഞങ്ങൾ കണ്ടു. ഇടിവെട്ട് വിജയ്, ഇടിവെട്ട് വരുന്നതിന് മുമ്പ് താങ്കളെ പോലെ പ്രശസ്തനല്ല. ഇവിടെ ഒരു മാസം മുമ്പ് തീർച്ചയായിട്ടും തരംഗമുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പറയണ്ട. ഞാൻ തരംഗം എന്ന് പറഞ്ഞത് 99 സീറ്റുമായിട്ട് 2021 ഭരണത്തുടർച്ച നേടി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ ആരെങ്കിലും തരംഗം കണ്ടോ, പ്രവചിച്ചോ? പറഞ്ഞില്ല. അത് കേരളത്തിലെ തരംഗം അങ്ങനെ പെട്ടെന്ന് വിസിബിൾ അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് കണ്ടതാണ്. അത് ശരിവെച്ചത് നിരവധി പത്രപ്രവർത്തകരുണ്ട്. ഒരു ഒറ്റക്കാര്യം 2021 എന്തുകൊണ്ട് കണ്ടില്ല? നമ്മൾ കോവിഡ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തേക്ക് വരുന്നൊരു വർഷം. അവിടെ പൊളിറ്റിക്സ് സത്യത്തിൽ ഡിസ്കഷനിലില്ല. ദർ വാസ് നോ പൊളിറ്റിക്സ്. ആ ഇലക്ഷനിൽ പൊളിറ്റിക്സ് ഇല്ല സത്യത്തിൽ. അവിടെ വെൽഫെയറും കിറ്റും തുടങ്ങി, പിന്നെ ഒരു വലിയ PR ക്യാമ്പയിനും. പക്ഷേ PR ക്യാമ്പയിൻ 2016 വന്ന് 2021 ജയിച്ചു, 2026 തോൽക്കുന്നു. ഒരു മിനിറ്റ്. നേരെ മറിച്ച് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം വളരെ പ്രകടമായിരുന്നു. 1, ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണം. 2, പിണറായി വിജയനെതിരായുള്ള വികാരം. 3, ഇവിടെ BJP കടന്നു വരുന്നു, അല്ലെങ്കിൽ BJPയും CPM-ഉമായിട്ട് ഡീലുണ്ട് എന്ന തരത്തിലുള്ള വ്യാപകമായ പ്രചരണം. ശരിയോ തെറ്റോ? ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പിന്നെ 4, ഇവിടുത്തെ ഈ ഭരണരംഗത്ത്, ഈ ഭരണ നിർവഹണത്തിൽ വന്നിരുന്ന, ഉദാഹരണത്തിന് ബിഗ് പ്രോജക്റ്റ് ഡ്രിവൺ എന്ന് വെച്ചാൽ കിഫ്ബിയാണ് എല്ലാത്തിൻ്റെയും മാർഗം എന്ന തരത്തിലുള്ള ഒരു ക്യാമ്പയിൻ. 5, ഏറ്റവും സുപ്രധാനം, ഒരു PR നെറ്റ്വർക്കിൽ കൂടെ കേരളത്തിൻ്റെ മനസ്സിനെ മറിക്കാമെന്ന തെറ്റായ വ്യാമോഹം. ഇതെല്ലാം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. കേരളത്തിലെ ധാർമ്മികത സംസാരിക്കുകയാണെങ്കിൽ, ഈ കർത്താവുമായിട്ടുള്ള കച്ചവട ബന്ധമുള്ള മകളുടെ ഓഫീസ് തൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കാനായിട്ട് ഒരു ധാർമ്മികതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ഒരു മന്ത്രിയും സമ്മതിക്കുകയില്ല. അത് ചെയ്തു. പറയാത്ത നിങ്ങൾ പറയുന്നതിൽ വിഷം. നിങ്ങൾ സമ്മതിക്കുമോ? നിങ്ങളുടെ മകൻ രേഖകളിൽ മാധവൻകുട്ടി ഏറ്റവും അവസരം കൊണ്ടിരുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാൻ ശേഷിയുള്ളവർ ആഫീസിൽ ഉണ്ടായിരുന്നില്ല. അത് ഓരോ ഓഫീസിലും സാധാരണ ഇത് കാണുകയല്ല. ഏത് ഓഫീസിലെ കാണുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിന്റെ കീഴ് ജോലിക്കാരെങ്കിലും? ജോലിക്കാരല്ല, ജോലിക്കാരല്ല, രാഷ്ട്രീയ പാർട്ടി സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി, ബ്യൂറോ, അങ്ങനെ ഒത്തിരി അതൊന്നും വേണ്ട. ഞങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതുകൊണ്ടാണ് രാഷ്ട്രീയം. നമ്മളൊന്നും ജോലിക്കാരല്ല, അതുകൊണ്ട് സംസാരിക്കാൻ കഴിയും. ഇവിടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ ശേഷിയുള്ള രാഷ്ട്രീയക്കാർ പോലും ഉണ്ടായിരുന്നില്ല. അതാണ് ഇപ്പൊ ഇതിന്റെ ഇതിപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തകർച്ച, ഇത് പാർട്ടിയെ ബാധിക്കും. അത് പിണറായി മാത്രമല്ല, ഗോവിന്ദൻ മാഷ്ടൻ ഉത്തരവാദിയാണ്. പിന്നെ ഗോവിന്ദൻ മാഷ്ടൻ ഉത്തരവാദിയാണ്. ഉത്തരവാദികളാണ്. അവരെല്ലാം രാജിവെക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ രാജിവെക്കലല്ല ഇവരുടെ രീതി. CPM-ൽ ആദ്യം ചെയ്യേണ്ടത് പാർട്ടി കൂടി പ്രമേയം പാസാക്കി ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. ഇനി അത് നിങ്ങൾ രാജിവെക്കുന്നുള്ള മറ്റ് ബൂർഷ്വാ പാർട്ടികളുടെ പോലെയല്ല. അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ജനങ്ങളോട് തീരുമാനിക്കുകയും ഇത് ഞങ്ങൾ പുനരാലോചിക്കുമെന്നും പറയുക. അല്ലേ? അതിനാണ് രീതി. പക്ഷേ ഈ തവണ അത് നടക്കില്ല. പാർട്ടി പരാജയപ്പെടുന്നത് ജനങ്ങളുടെ വോട്ട് കൊണ്ടല്ല, പാർട്ടി വോട്ട് കൊണ്ടാണ്. കൃത്യം. കണ്ണൂരിലെ പാർട്ടിക്കാരുടെ വോട്ടും കൂടിയാണ് ഈ പരാജയം സംഭവിച്ചത്. പാർട്ടിയുടെ കളമശ്ശേരിയിലെ പാർട്ടിക്കാരുടെ, കോട്ടയത്തെ പാർട്ടിക്കാരുടെ, പാർട്ടിക്ക് എന്തുകൊണ്ട് പാർട്ടിക്ക് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല? മുഖ്യമന്ത്രിക്ക് അറിയാൻ കഴിഞ്ഞില്ല. താങ്കളെ പോലെ മുഖ്യമന്ത്രിയുമായി നല്ല ബന്ധം സ്ഥാപിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ എന്തുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല? പ്രതിക്കൂട്ടിലെല്ലാം നമ്മൾ പറയാണ്. നമ്മളെല്ലാവരും യോജിക്കുന്ന കാര്യമാണ്. അതെ.
ഞാൻ പറഞ്ഞതാണ് മുഖ്യമന്ത്രി, ആ. ഞാൻ പറഞ്ഞ വാചകം, ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടുകൂടാ. മുഖ്യമന്ത്രി ഇത്രയും വേഗതയിൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ, ഭരണ തുടർച്ചയ്ക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ ഇവിടെ പരാജയപ്പെട്ടാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ഞാൻ അറിയില്ല, എനിക്കറിയാം. അല്ല, ഇന്ന് രാവിലെ വരെ ഞാൻ അറിയില്ല, എനിക്കത് സംഭാഷണം. അല്ല, ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം, താങ്കളുടെ ഗവൺമെന്റ് പരാജയപ്പെട്ടുകൂടാ, അല്ലെങ്കിൽ താങ്കൾ ജയിക്കണം എന്ന് ഞാൻ പറയില്ല വ്യക്തിപരം. പറയണം. അല്ല ഗൗരി, സ്വകാര്യ സംഭാഷണത്തിലല്ല പറയേണ്ടത്. അത് ഞാൻ രാഷ്ട്രീയക്കാരനായിട്ടല്ല പറഞ്ഞത്, മാധ്യമപ്രവർത്തകനായിട്ട് നമ്മൾ പറയാൻ പാടില്ല. ഞാൻ കരുണാകരനോടും പറഞ്ഞിട്ടുണ്ട് ഗൗരി. നല്ലത്, താങ്കൾ വ്യക്തിപരമായി ചെയ്തിട്ടുണ്ടെങ്കിൽ. കെ കരുണാകരനോടും ക്ലിഫ് ഹൗസിലിരുന്ന് ഞാൻ വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ. കാരണം നിങ്ങൾ മാധ്യമങ്ങളുടെ ബന്ധം, മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ബന്ധമാണ് ചോദിക്കുന്നത്, അല്ല വ്യക്തിപരമായി താങ്കളുടെ ബന്ധമല്ല ചോദിക്കുന്നത്. മാധ്യമ പ്രവർത്തകനായ താങ്കൾ, നിങ്ങൾക്ക് ഈ നിലപാട് കാണാൻ കഴിഞ്ഞു? ഇത്രയും നാള് പിണറായി വിജയനെ ഉപദേശിച്ച് കുളവാക്കിയതിൽ ഒരാള് ജേക്കബ് ആണോ? അല്ല മുഖ്യമന്ത്രി, അതാണ് അറിയേണ്ടത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മള് ക്ലിഫ് ഹൗസിന്റെ അകത്തെ വരാന്തയിൽ ഇരുന്നിട്ടോ ബെഡ്റൂമിൽ ഇരുന്നിട്ടോ ചർച്ച ചെയ്യേണ്ടവരല്ലല്ലോ. നിങ്ങൾക്ക് സർക്കാരിനെ പറ്റി, മുഖ്യമന്ത്രിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മളെ പത്രത്തിൽ പറയണം, പൊതുവേദിയിൽ പറയണം, മാധ്യമങ്ങളിൽ പറയണം, അവിടെയല്ലേ പറയണ്ടേ? ഞാൻ വ്യക്തിപരമായിട്ട് ഞാനൊരു സൗഹൃദത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് സംശയമൊന്നുമില്ല. ഇനിയിപ്പോ പിണറായി അല്ല ഇനിയും പിണറായി വിജയൻ എന്ത് ചെയ്യണം? പിണറായി വിജയന്റെ രാഷ്ട്രീയ യുഗം അവസാനിച്ചോ? അല്ലെങ്കിൽ അവസാനിച്ചോ? ഗോവിന്ദൻ മാഷ് ഭാര്യ പരാജയപ്പെടുന്നതോടെ പാർട്ടിയിൽ അനഭിമതനാകുമോ? എന്താണ് ഇവരൊക്കെ എങ്ങോട്ടാണ് പാർട്ടിയെ നയിച്ചത്? ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇവർ ഇപ്പം 6 മാസം കഴിഞ്ഞ് പാർട്ടി കമ്മിറ്റി കൂടി ഒരു രേഖയുണ്ടാക്കി താഴോട്ട് കൊടുത്ത് 1 വർഷം കഴിഞ്ഞ് മേളിലോട്ട് വന്ന് പോളിറ്റ് ബ്യൂറോയിൽ പോയി കുറെ കഴിയുമ്പോൾ ചർച്ച എന്ന് പറഞ്ഞിട്ട് അവസാനം എങ്ങും എത്താത്ത ചർച്ചയാണ് കൂടുതൽ പാർട്ടി ഡോക്യുമെന്റുകളിലുള്ളത്. അതായിരിക്കും ഇതിന്റെ അവസ്ഥ. ജേക്കബ് എന്ന് പറയും. അല്ല, ഞാൻ പറയുന്നത് പിണറായി വിജയനും ഗോവിന്ദൻ മാഷും ആ സ്ഥാനം രാജിവെക്കുക തന്നെ. ആ സ്ഥാനത്ത് തുടരാൻ പാടില്ല. MLA എന്ന നിലയ്ക്ക് പോലും പിണറായി വിജയൻ അവിടെ തുടരാൻ പാടില്ല. കാരണം അദ്ദേഹത്തിന് മാൻഡേറ്റ് ഇല്ല, ജനങ്ങളുടെ മാൻഡേറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു MLA സ്ഥാനം രാജിവെക്കണോ? അത് വേണ്ടല്ലോ. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അദ്ദേഹത്തിനാണ് സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല. പാർട്ടി സ്ഥാനം ഞാൻ പറയാം, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്നയാൾ ഒരു സാധാരണ MLA ആയിട്ട് നിയമസഭയിൽ പോയിരിക്കുന്നതിൽ ഒരു അഭംഗിയുണ്ട്. അദ്ദേഹത്തിന് തോന്നുന്നുണ്ട്. അതല്ലല്ലോ, അത് ജനാധിപത്യത്തിലെ ചില നിർണയങ്ങളാണ്, അതൊന്നും തെറ്റാന്ന് പറയരുത്. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹം MLA ഇപ്പൊ പോളിറ്റ് ബ്യൂറോ അംഗത്വം രാജിവെക്കണം നമ്മൾ പറയും. കരുണാകരൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ടില്ലേ 9? പിന്നെ എത്ര ആളും ഇരുന്നു? അതല്ല ഞാൻ ജേക്കബ് ചോദിക്കുന്നത്, രാഷ്ട്രീയമായി താങ്കൾ പിണറായിയെ കണ്ടാൽ താങ്കൾ എന്തായിരിക്കും അദ്ദേഹത്തോട് പറയുക? താങ്കൾ അല്ല അങ്ങനെ പറഞ്ഞത് കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ ഇപ്പം കണ്ടാൽ എന്താണ് പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഏതായാലും കാണാൻ പോകുന്നില്ല. അത് മോശമാണ്. ഇപ്പോഴാണ് കാണേണ്ടത്. വീഴുമ്പോൾ ആളുടെ കൂടെ ഉണ്ടാവലാണ് വേണ്ടത്, പൊങ്ങുമ്പോൾ പിടിച്ചാൽ പോരാ. താഴത്ത് വീഴുമ്പോഴാണ് കൂടെ ഉണ്ടാവുന്നത്. ഉടനെ കാണും, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ കാണാൻ പോകുന്നില്ല. കാണുമ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ഞാൻ നമ്മൾ ഇപ്പൊ ഈ പിണറായി ചർച്ചയിലൊക്കെ നമ്മൾ മറന്നുപോകുന്ന, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തൊരു വിഷയം കേരള കോൺഗ്രസിനെ പറ്റിയാണ്. ഞാൻ വേറൊരു വിഷയം പറയാനാണ്. കേരള കോൺഗ്രസ് മുച്ചൂടെ, കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ഒരു 10 വർഷത്തെ രാഷ്ട്രീയ ടേണിലെ ഏറ്റവും കേന്ദ്രസ്ഥാനത്ത് നിന്ന പാർട്ടിയാണ്. ആ പാർട്ടി ഇല്ലാതാവും. 65-ന് ശേഷം തകർന്ന് തരിപ്പണമാകുന്നു. PJ ജോസഫിൻ്റെ പാർട്ടി മുന്നിൽ വരുന്നു, ഇതുമായിട്ട്. പക്ഷെ ഇതിനൊപ്പം വേറൊരു പാർട്ടി കൂടെ പോകുന്നുണ്ട്. അത് 2020 കേരളത്തിലെ കേരള രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഒരു പണച്ചാക്കിന്റെ കൈ അത് വെച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യാം. കേരളത്തിലെ മുഖ്യമന്ത്രിയെയും രാഷ്ട്രീയക്കാരെയും
നേതാക്കന്മാരെയൊക്കെ വരട്ടാം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയം, അതിൻ്റെ ഒരു പരാജയം ഇവിടെയുണ്ട്. ആ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. വളരെ കാരണം വിസിബിളുമാണ്. ഇതൊരു character- വളരെ വളരെ വിസിബിൾ വിസിബിളുമാണ്. എറണാകുളത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം. അയ്യോ പിന്നെ അതെ അതെ. ഒരു കാര്യം കൂടി പറയാൻ, ഈ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികൾക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. BJP 10-12 സീറ്റ് കിട്ടിയില്ല എന്ന്, അത് പറയാനുള്ള ചങ്കൂറ്റം വേണം. കേരളത്തിൽ RSS BJPയെ ഇനി 2 സീറ്റിൽ നിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അത് ക്രെഡിറ്റ് ഗോസ് ടു പീപ്പിൾ. ആർക്കാ? ജനങ്ങൾ. കേരളത്തിലെ ജനങ്ങൾക്ക്. രമേശ് ചെന്നിത്തല വിജയിച്ചു. അത് പറയാതെ ഈ രാഷ്ട്രീയ വിശകലനം നിർത്തരുത്. അല്ല, അവിടെയാണ് തുടങ്ങേണ്ടത്. അതാണ് തുടങ്ങേണ്ടത്. അവിടെയാണ് ഏറ്റവും ദേശീയ പ്രാധാന്യം, അന്തർദേശീയ പ്രാധാന്യമുള്ളത് ഈ ഭീമനെ, ഈ രാക്ഷസനെ, തമിഴ്നാട് വരെ എത്തിയ ഈ BJP RSSനെ കേരളത്തിലെ മതനിരപേക്ഷ ജനങ്ങൾ മൂലക്കിരുത്തിക്കൊണ്ട് ഇപ്പോഴും മൂലക്കിരുത്തി. മതംകുട്ടി, ഞാൻ പറയാം. ഞാൻ ഒന്നുകൂടെ ചുരുക്കത്തിൽ രാഷ്ട്രീയം കൂടെ പറയട്ടെ. കേരള രാഷ്ട്രീയത്തിൽ 2 ശക്തികൾ ഏറെക്കുറെ തുല്യമായിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ, തല ഉയർത്തി നിൽക്കുമ്പോൾ BJPക്ക് ഇവിടെ വളരാൻ പറ്റില്ല എന്നുള്ള പാഠമാണ് ഈ 2024 അലസത പാടില്ല. കാരണം അവരുടെ പെർസെന്റേജ് എത്രയാണെന്ന് നോക്കണം. ഒക്കെ വരട്ടെ, നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ഈ ജാഗ്രത തുടരണം. അല്ല, പണ്ടത്തെ ഇന്ത്യ ബ്ലോക്ക് പോലെ കേരളത്തിൽ വേണ്ടി വന്നാൽ ഇന്ത്യ ബ്ലോക്കും തയ്യാറാവുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാവണം. പിണറായി വല്ലതാണോ ഫോൺ വിളിക്കുന്നത്? മറ്റൊരു കാര്യം ജേക്കബ്, എന്തായിരുന്നാലും UDF അധികാരത്തിൽ വരും, 100 സീറ്റ്. UDF അധികാരത്തിൽ വരുവാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? മന്ത്രിസഭയുടെ ഗതി എന്തായിരിക്കും? ഞാൻ പറയും, ഈ UDFനെ വിജയത്തിലേക്ക് നയിച്ചത് VD സതീശനാണ്. ജനങ്ങൾ ഇപ്പോഴും പറയുന്നത്, ചാനലുകളും മാധ്യമ പ്രവർത്തകരും മാധ്യമങ്ങളും പറഞ്ഞത് VD സതീശനാണ് നേതാവ്. അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലതും ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ പാർട്ടിയും MLA-മാരുമാണ് തീരുമാനിക്കേണ്ടത്. അതിനകത്ത് ഹൈക്കമാൻഡ്. TK ഗോവിന്ദന്റെ ഭൂരിപക്ഷം 20,000. ജേക്കബ്, ഈ ലീഡ് 100 ഉണ്ടെങ്കിൽ പിന്നെ സതീശൻ തന്നെയാണ്. അല്ലെങ്കിൽ ജനങ്ങൾ എന്ന് പറയുന്ന ഒരു ഭയങ്കര മാജിക് ഫിഗർ. അത് അതിനുശേഷം രമേശ് ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലനും ഒന്നും കേരളത്തിലെ ജനങ്ങൾ വോയിസേ ഇല്ല. അതെ. ഞാനതിനെ ഇത്തിരി തലകുത്തിയിട്ടാണ് പറയാനുള്ളത്. അതായത് മാധ്യമങ്ങൾ പറഞ്ഞത് പലതും പറയും. മുഖ്യമന്ത്രിയാവേണ്ട കാര്യമില്ല. പക്ഷേ അയാൾ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച രീതി, അയാൾ എത്രയോ മുമ്പ് തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ, എടുത്ത നിശ്ചിതമായിട്ടുള്ള നിലപാടുകൾ, അയാൾ പിന്നെ ഇവിടെയും പോയില്ല, ചങ്ങനാശ്ശേരിയിലും പോയില്ല, അരമനയിലും പോയില്ല. അയാൾ പോയിടത്തൊക്കെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാൾ പറയാനുള്ള കാര്യം പറഞ്ഞാൽ മുന്നോട്ട് പോയി. അങ്ങനെയുള്ള ഈ കേരളം അത്തരം നിലപാടുകൾ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള നിലപാടുകൾ വരാൻ ആഗ്രഹിക്കും. മുമ്പ് ഈ നിലപാട് പിണറായിക്കുണ്ടായിരുന്നു. ഞാൻ പിണറായിയുടെ കൂടെ നിന്നപ്പോൾ ആ നിലപാട് പിണറായിക്ക് ഉണ്ടായിരുന്നു. VS ഇല്ലേ? VS ഉണ്ടായിരുന്നില്ലേ? ഞാൻ മാറിയില്ല എന്നല്ല ഞാൻ പറയാറ്. രാഷ്ട്രീയം മാറിയല്ല, അതിനനുസരിച്ച് മാറ്റുന്നതിന് പാർട്ടി മാറിയിട്ടില്ല. പാർട്ടി മാറുന്ന പ്രശ്നമില്ല. പക്ഷേ പാർട്ടി മാറുന്ന പ്രശ്നമില്ല. നമുക്ക് ഇതിലൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. പക്ഷെ രാഷ്ട്രീയം പറയുമ്പോൾ ഇവിടെ കരമന ജയൻ NDA 3 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. അല്ല, കരമന ജയൻ കോർപ്പറേഷൻ മേഖലയിലേക്ക് വരികയാണെങ്കിൽ, തീരദേശ മേഖലയാണെങ്കിൽ വീണ്ടും മാറ്റം. CP ജോൺ തോൽക്കുകയാണെങ്കിൽ വലിയൊരു സങ്കടമാണ്. എത്ര തവണയായി അല്ലേ? തീർച്ചയായിട്ടും CP ജോൺ വരെ ജയിച്ചിട്ടില്ല. CP ജോൺ ജയിച്ചാൽ ഒരു മന്ത്രിയുമാണ്. അതെ. അപ്പം അതിനർത്ഥം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് വളരെ വലിയ മത്സരമാണ് നടക്കുന്ന. വർക്കല, കഴക്കൂട്ടം, തിരുവനന്തപുരം ടൈറ്റ് മത്സരങ്ങളാണ് നടക്കുന്നത്. പിന്നെ എനിക്ക് ജേക്കബ്, പിന്നെ ശക്തി, ഈ നമ്മളെ ഈ വെള്ളാപ്പള്ളി നടേശന്റെ നമ്മൾ അതിനെ വിമർശിക്കാതിരുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ? ആണല്ലേ? ഇവിടെ ഈ പരാജയം, ഇടതുമുന്നണിയുടെ പരാജയത്തിൽ നല്ല ഉത്തരവാദിത്തം വെള്ളാപ്പള്ളി നടേശൻ. അത് പറയാൻ നമുക്ക് കഴിയണം. അല്ല, പറഞ്ഞിരുന്നില്ലല്ലോ. ആദ്യം പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്. താങ്കളല്ല, പൊതുവെ കേരളത്തിലെ മാധ്യമങ്ങൾ. ഞാൻ പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ കൊന്നംകുട്ടി. വെള്ളാപ്പള്ളി നടേശനെ പറ്റി മാത്രമല്ല പറയുമ്പോൾ ദളിത് വിരുദ്ധമാണെന്ന് വിചാരിക്കരുത്. പുന്നല ശ്രീകുമാർ, വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം വേഷങ്ങളെ കൊണ്ടുവന്നിട്ട് എന്താണ് നവോത്ഥാന സമിതിയോ? അതെ. എന്നിട്ട് ഈ ഇവിടുത്തെ നമ്മുടെ ഓശാന പാടുന്ന വൈതാളിക സംഘം ഈ ശബരിമലയെ കൊണ്ടുപോയി സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി നമ്മൾ യാഥാർത്ഥ്യത്തിനപ്പുറത്ത് വേണം. പക്ഷേ ഈ സ്ത്രീ പ്രവേശന നിലപാടിൽ 2007 സുപ്രീം കോടതി വന്ന കേസാണ്. അന്ന് കേരള സർക്കാർ ഒരു നിലപാട് സ്വീകരിച്ചതാണ്. ഈ കേസും വായിക്കാതെ, നിലപാടും വായിക്കാതെ പിണറായി വിജയനെ കൊണ്ടുപോയി ചാടെ കയറ്റി ചെയ്തതിന് ഫലമാണ് പിന്നീട് അയ്യപ്പ സംഘമായി മാറിയത്.
അത് അവസാനം 2018 ചെയ്തതെന്ന് മാറി, ഇപ്പോൾ 25 ചെയ്തതെന്ന് മാറി. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? എവിടെയാണ് ഈ രാഷ്ട്രീയ ബോധം? ആരാണ് ഇന്ന് ജേക്കബ് ജോർജ് ഇന്നലെ പറഞ്ഞ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ BJP വന്നാൽ എന്താ കുഴപ്പം? അതെ, അങ്ങനെ പറയുന്ന ഒരാള് അപ്പുറത്ത് നിൽക്കില്ലേ? മകനെ നിർത്തിയിരിക്കുക, ഭാര്യ RSS യോഗത്തിൽ പ്രസംഗിക്കുന്നു, മകനെ നിർത്തിയിരിക്കുക. എന്നിട്ട് അതിന് തള്ളി പറയാൻ CPI മന്ത്രിമാരെയും കൊണ്ട് മാലയിടിപ്പിച്ചില്ലേ? അല്ല ഗൗരി, ഒരു കാര്യം കൂടെ ഉണ്ട്. അതിൻ്റെ നമുക്ക് തുടർച്ചയായിട്ട് പറയാവുന്നൊരു കാര്യം, ആദ്യമായിട്ട് കേരളത്തിൽ മതത്തെ എതിർത്തത് കോൺഗ്രസ് തന്നെയാണ്. മതത്തെ എന്നല്ല, സമുദായത്തെ അന്ന് ഒരു ചെറിയൊരു മാറ്റം ഉണ്ട് അതിനകത്ത്. അതായത് KSU യൂത്ത് കോൺഗ്രസ്സുകാരെ രാഷ്ട്രീയം പഠിപ്പിച്ച് വിട്ടത് MA ജോണാണ്. MA ജോൺ കൊടുത്ത ബാലപാഠമാണ്, നിങ്ങളാരും സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ പോകരുതെന്ന്. എന്നാൽ 60കളിൽ അത് കേട്ടിട്ടാണ് ആന്റണി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, ഇന്ദിരാഗാന്ധി രാജിവെച്ചതും കൃഷ്ണകുമാരെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് ഇന്ദിരാഗാന്ധിയെ കാണാൻ പോയില്ല, പ്രധാനമന്ത്രിയെ. അതില് ചില വസ്തുതാപരമായ അടിസ്ഥാന പിശകുകളുണ്ട്. അല്ല, ഒരു മിനിറ്റ്. നമ്മൾ 1900 ഇപ്പം നമ്മൾ വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞുള്ള പിന്നീടുള്ള കാലം, യുദ്ധകാലവും കഴിഞ്ഞിട്ട് നമ്മൾ മതത്ത് പറ്റാവിൻ്റെയൊക്കെ കാലത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ നടന്ന അവിശുദ്ധമായ ബന്ധങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ അവിശുദ്ധ ബന്ധത്തിന്റെ ഫലമായിരുന്നു ജേക്കബ് ജോർജ് തിരുവിതാംകൂറിന്റെ കാര്യമാണ് ഗൗരി പറയുന്നത്. തിരുവിതാംകൂർ രാഷ്ട്രീയം എപ്പോഴും ജാതി സമുദായ ബന്ധങ്ങൾ അടിസ്ഥാനമായിട്ടായിരുന്നു. മാറ്റിക്കാണണം വടക്കൻ കേരളത്തെ, വടക്കൻ കേരളത്തെ മാറ്റിക്കാണണം, കൊച്ചി പോലും മാറ്റിക്കാണണം. ഒരു മിനിറ്റ് ഇത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു. കേരളത്തിൽ ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മതാന്ധത ബാധിച്ചവരെന്ന് പറയുന്നവരെങ്കിൽ ആ ദേശീയ മുസ്ലിങ്ങൾ കേരളത്തിലെടുത്ത നിലപാട് കേരളത്തെ സെക്യുലറായി നിലനിർത്തുന്നതിൽ വലിയ പങ്കുവഹിച്ച അബ്ദുൾ റഹ്മാൻ സാബ് ഉണ്ടാക്കിയ കോൺഗ്രസ് അത് വ്യത്യാസമാണ്. അപ്പോഴാണ് നിങ്ങൾ പറയുന്ന എന്താ ഈ പറയുന്ന ഒരു കോൺഗ്രസിൽ നേതാവായിട്ടുള്ള ഈ വടകര MP എന്താണ് ഷാഫി പറമ്പിൽ എന്തോ മുസ്ലിം വർഗീയവാദിയാണെന്നുള്ള രീതിയിൽ ഇടതുപക്ഷം പ്രചരണം നടത്തുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അയാൾക്കെതിരായിട്ടുള്ളത് കോൺഗ്രസിനകത്ത് നിരവധി മുസ്ലിം ആളുകൾ നേതൃത്വത്തിലേക്ക് വരുന്നു. സ്ത്രീ ഇപ്പോൾ ഒരു അരുന്ന്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അവരെയെല്ലാം ഈ വർഗീയവാദികളുടെ ചാപ്പ കുത്തേണ്ടി വരുന്നു? അതാണോ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം? അല്ല, അത് ഞാൻ പറഞ്ഞ ഇതുണ്ട്, പറയുണ്ട്. അതായത് തിരുവിതാംകൂറിൽ ജാതികളിൽ നിന്നാണ് രാഷ്ട്രീയം ഉണ്ടായത്. അതെ, രാഷ്ട്രീയം ഉദയം ചെയ്തത്, ഉരുത്തിരിഞ്ഞു വന്നത് ജാതികളിൽ നിന്നാണ്. SNDP യോഗം, SNDP യോഗം മുതൽ ഇങ്ങോട്ട് എത്രയോ സംഘടനകൾ. അല്ല, പക്ഷേ AK ആന്റണി ശക്തമായ ഒരു മതേതര നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് കേരളത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത ഒരു അംഗീകാരം കിട്ടിയത്. ജേക്കബ്, അതിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ട്. AK ആന്റണി ശക്തമായ മതേതര നിലപാട് സ്വീകരിച്ചു. ഇതേ AK ആന്റണി തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ഒന്ന് അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ടൊരു കാര്യം കൂടെ പറയാം. അദ്ദേഹത്തെ പറ്റി വിമർശിക്കാനല്ല കേട്ടോ. AK ആന്റണി മത്തായി മാഞ്ഞൂർ അനുസ്മരണ പ്രസംഗമാണ് ഏറ്റവും വിവാദമായ. ഇനി ഞാനവിടെ തിരുവനന്തപുരത്ത് പോയി, അദ്ദേഹം ആ പ്രസംഗം എഴുതിയിട്ട് അത് പ്രസംഗിക്കുന്നതിന് മുമ്പ് എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നത് RSS BJPയെ സഹായിക്കുന്ന രാഷ്ട്രീയമാണ്. കേരളത്തിൽ എങ്ങനെ താങ്കൾക്ക് ഇത് പറയാൻ പറ്റും? വെട്ടിയില്ല, തിരുത്തിയില്ല, അതുപോലെ പോയി പ്രസംഗിച്ചു. അപ്പം AK ആന്റണിയുടെ വലിയ എന്താ പറയുക മതനിരപേക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ് കോൺഗ്രസിന്റെ ഒരു വഴികാട്ടിയായത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത് വലിയ മഹത്വമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ചർച്ച ചെയ്യുന്നുണ്ട്, വേറെ ഇവിടെ ആരും ചർച്ച ചെയ്യില്ല. ശക്തി അതൊരു ഗുണം, ഇതൊന്നും ആരും സംസാരിക്കില്ലല്ലോ. അല്ല, ശക്തി വേറെ വിഷയം എടുത്തു. നമ്മളെ നിലവാരം താത്തണ്ട, ഇത് തന്നെയാണ് നല്ല നിലവാരം. അവരകൃന്നുണ്ടല്ലോ, അതെ അതെ അതെ. നമുക്ക് ചരിത്രവും രാഷ്ട്രീയവും ഒക്കെ തന്നെ പറയാം. പിന്നെ ചരിത്രം വേണം, രാഷ്ട്രീയം വേണം. ഇപ്പോൾ ഈ ജാതി മത രാഷ്ട്രീയത്തിന്റെ പ്രസക്തി ഇനി കുറയുമോ? കാരണം ഇത് സതീശന്റെ ഒരു നിലപാട്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും LDFനും ഇപ്പം ഇനിയും മനസ്സിലാകും ഇനി ജാതി കോമരങ്ങളുടെ പുറകെ ഒരു തത്വാധിഷ്ഠ നിലപാടിൽ നിൽക്കണമെന്ന്. ഇതിന് രണ്ടിനും ഒരു പ്രസക്തി വർദ്ധിക്കത്തില്ലേ? അതെ, ഞാൻ പറയാം. കേരള രാഷ്ട്രീയത്തിൽ ഇന്നത്തെ കറന്റ് പൊളിറ്റിക്സിൽ സതീശന്റെ നിലപാടിന് വലിയ സ്ഥാനമുണ്ട്. നിലപാട് എന്ന് വെച്ചാൽ പല നിലപാടുകൾ അദ്ദേഹം എടുത്തു.
നമ്മുടെ പാലക്കാട് MLA, നമ്മൾ പേര് പറയേണ്ട കാര്യമില്ല, MLAക്കെതിരെ എടുത്ത നിലപാട് ധീരമായ നിലപാടല്ലേ? എനിക്കൊരു ബോധമുണ്ട്, ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ ഈ തീരുമാനം എടുക്കുന്നതെന്ന് പറയാനുള്ള ധൈര്യം കോൺഗ്രസിന്റെ നേതാവ് എന്ന നിലയ്ക്ക്, പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശൻ ഉണ്ടായിരുന്നു. അതുപോലെ പല കാര്യങ്ങളിലും ആദ്യം PV അൻവറിനെതിരെ എടുത്ത നിലപാട് ശക്തമായ നിലപാടല്ലേ എടുത്തത്. അൻവർ പിന്നെ കാല് പിടിക്കേണ്ടി വന്നില്ലേ സ്വന്തം നില ഉറപ്പിക്കാൻ വേണ്ടി. അത് ആ നിലപാടുകളിലൊക്കെയും VD സതീശന്റെ വിജയം അത് കേരളത്തിലെ ജനങ്ങൾ നോട്ട് ചെയ്യും. നിങ്ങൾ രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ ദിവസവും അനുനിമിഷം ഫോളോ ചെയ്യുകയാണ്, നിങ്ങളെ അസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വിലയിരുത്തലിൽ VD സതീശൻ വലിയ നേട്ടം കൈവരിച്ചു. ആ നേട്ടത്തിന്റെ കൂടെ വിജയമാണ് ഇത്. അല്ല, എന്റെ ചോദ്യം, ഈ ജാതി രാഷ്ട്രീയ നിലപാടുകൾ, ജാതിയുടെ പിറകെ പോകുന്ന രാഷ്ട്രീയത്തിന് കേരളത്തിൽ പ്രസക്തി കുറയുമോ? അതാണ് ചോദ്യം. ആ പ്രസക്തി കുറയും, പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. പ്രസക്തി കുറയണം. ഞാൻ പറയാമല്ലോ, ഈ കോൺഗ്രസിന്റെ ഒരു സ്ഥായി ഭാവം എന്താ? എല്ലാ ജാതികളുടെ പിറകെ പോകുന്നതാണ്. അജിത്തെ, ഇത് വെറും ആഗ്രഹ പ്രകടനം മാത്രം. വലിയ വായിൽ പറയുമ്പോൾ കോൺഗ്രസ് ആണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്. അതെ, കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു VD സതീശനൊന്നും അല്ല. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളണം. അതെ, അത് ശരിയാ. പലതിനും സതീശൻ വഴങ്ങേണ്ടി വരും. അദ്ദേഹം മുഖ്യമന്ത്രി ആകണമെന്ന് ഞാനും പറഞ്ഞ ആളാണ്. ഇപ്പൊ ആരാവണമെന്ന് ചോദ്യമുണ്ട്. പക്ഷേ പലതിനും വഴങ്ങിക്കൊണ്ട് മാത്രമേ VD സതീശന് ഭരണത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ വലിയ വീരവാദമൊന്നും ആ ഭരണത്തിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഇത് തന്നെയാണ് ഇവിടെ പലരും അനുഭവിച്ചത്. അതെ, പലരും അനുഭവിച്ചത്. AK ആന്റണി അനുഭവിച്ചതല്ലേ? AK ആന്റണി കീഴടങ്ങേണ്ടി വന്നില്ലേ? എല്ലാവരും. അല്ല, അതിൽ നിന്ന് നമുക്ക് മുറിച്ചു കടക്കാൻ ഉള്ള ഒരു ജനവിധി കിട്ടിയിട്ടുണ്ട് സതീശന്. അതിനെ വേണമെങ്കിൽ ചെറുക്കാനുള്ള ജനവിധി ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അരമനയിലും കണിച്ചുകുളങ്ങരയിലും പെരുന്നയിലും പോകാതെ കേരളത്തെ ഒരു നെഹ്റുവിയൻ ഇടതുപക്ഷമായി കോൺഗ്രസ് ആയി കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. ഒരു മാൻഡേറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാം, ഇപ്പൊ ഇടതുപക്ഷ ഗവൺമെന്റുകൾ വന്ന സമയത്തൊക്കെ അവരുടെ നേതാക്കന്മാര് നിങ്ങൾ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ തിരുനടയിൽ പോയിരുന്നു. പിന്നെ പിണറായി വിജയൻ മാലയിട്ട് വെള്ളാപ്പള്ളിയുടെ കൊണ്ടു നടന്നത് പിന്നെ എവിടെയാണ്? ഇവിടെ കേരളത്തിൽ 2 മാസം മുമ്പ് വരെ ഒരാൾ ചെയ്തിട്ടില്ല. പിണറായി വരെ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ആയതിന്റെ വാർഷികം നടന്ന് മന്ത്രിമാരെ കൂടെ സ്റ്റേജിൽ ഇരുത്തിയിട്ടല്ലേ CPI മന്ത്രിമാരുടെ? എനിക്കറിയാം, അവരെ വിളിച്ചിരുന്ന മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.